സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ് ഒരാഴ്ച പിന്നിടുമ്പോഴും ദുരന്തത്തിന്റെ നടുക്കം മാറിയിട്ടില്ല. 270ഓളം പേരുടെ ജീവനെടുത്ത ഈ ദാരുണ സംഭവം രാജ്യത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ നിയന്ത്രണം വിട്ട അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. വിമാനത്തിലെ യാത്രക്കാർക്ക് പുറമെ പ്രദേശവാസികളും ഹോസ്റ്റലിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അപകടത്തിൽ മരണപ്പെട്ടത് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമായി നടന്നുവരികയാണ്. ഇതുവരെ 217 മൃതദേഹങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 പൈലറ്റുമാരുൾപ്പെടെ 9 ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം 200 മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മറ്റുള്ളവരുടെ മൃതദേഹങ്ങളും ഉടൻ കൈമാറാനുള്ള ഒരുക്കത്തിലാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേർന്ന് ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരും മെഡിക്കൽ സംഘവും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണ്. എന്നിരുന്നാലും ചില മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനായിട്ടില്ല എന്നത് പല കുടുംബങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന വാർത്ത കേരളത്തിന് വേദനയായി മാറിയിരിക്കുകയാണ്. രഞ്ജിതയെ പോലെ നിരവധി പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾ. ഓരോ നിമിഷവും ഒരു വാർത്ത കേൾക്കാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ കുടുംബങ്ങളുടെ വേദന വിവരണാതീതമാണ്. മൃതദേഹങ്ങൾ എത്രയും വേഗം തിരിച്ചറിഞ്ഞ് കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. ദുരന്തം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യ CEO ക്യാപ്റ്റൻ ബെൻ വിൻസൺ അറിയിച്ചത്. വിമാനത്തിൽ പരിശോധനകൾ കൃത്യസമയത്ത് നടത്തിയിരുന്നുവെന്നും അദ്ദേഹം ജീവനക്കാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കി. ഇത് പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വിമാനം തകരാറില്ലാതെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചതെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അമേരിക്കയിലേക്ക് അയച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വിമാനത്തിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പൈലറ്റുമാരുടെ സംഭാഷണങ്ങളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്നാണ് ലഭിക്കുക. ഈ വിഷയത്തിൽ വ്യോമയാന മന്ത്രാലയം തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ നിർണായകമാകും എന്നതിനാൽ എത്രയും വേഗം ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത്. എയർ ഇന്ത്യയുടെ വിശദീകരണം പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സാധാരണയായി ഒരു വിമാനാപകടത്തിന് ശേഷം ഇത്രയും വേഗം സാങ്കേതിക തകരാറുകൾ ഇല്ലായിരുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത് അസാധാരണമാണ്. സമഗ്രമായ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപുള്ള ഇത്തരം പ്രസ്താവനകൾ ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തുവരുന്നതിന് തടസ്സമാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. CEOയുടെ പ്രസ്താവന കേവലം ജീവനക്കാരുടെ മനോവീര്യം ഉയർത്താൻ വേണ്ടിയായിരുന്നോ അതോ മറ്റു കാരണങ്ങളുണ്ടോ എന്നതും പരിശോധിക്കേണ്ട വിഷയമാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ പങ്കുചേരുന്നുണ്ട്. സാങ്കേതിക തകരാറുകൾ, പൈലറ്റുമാരുടെ പിഴവ്, കാലാവസ്ഥാ സാഹചര്യങ്ങൾ, മറ്റ് ബാഹ്യ ഇടപെടലുകൾ എന്നിങ്ങനെ വിവിധ സാധ്യതകൾ അന്വേഷണ സംഘം പരിശോധിക്കും. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയുടെ അവസ്ഥ, ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന്റെ ട്രാഫിക് കൺട്രോൾ ടവറിലെ സംഭാഷണങ്ങളും നിരീക്ഷണങ്ങളും നിർണായകമാകും. ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ച സാഹചര്യത്തിൽ ഇത്തരം അപകടങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതും പ്രധാനമാണ്. വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ജീവനക്കാരുടെ പരിശീലനം, അടിയന്തര സാഹചര്യങ്ങളുടെ പ്രതികരണശേഷി എന്നിവയെല്ലാം കർശനമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാന ദുരന്തം ഒരു നടുക്കുന്ന ഓർമ്മയായി മാറിയിരിക്കുകയാണ്. 270ഓളം ജീവനുകളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. ഈ ദുരന്തമുണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ ഉണങ്ങാൻ ഇനിയും നാളുകളെടുക്കും. അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രാജ്യമെങ്ങും പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും പ്രദേശവാസികളും മരണപ്പെട്ടത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. പഠനത്തിനായി ഒത്തുകൂടിയ വിദ്യാർത്ഥികളും തങ്ങളുടെ വീടുകളിൽ സമാധാനപരമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത് അങ്ങേയറ്റം ദാരുണമാണ്. ഈ ദുരന്തമുയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുമ്പോൾ മാത്രമേ ഈ ദുരന്തമുയർത്തിയ ആശങ്കകൾക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അഹമ്മദാബാദ് ദുരന്തം രാജ്യത്തിന്റെ വ്യോമയാന ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി എന്നേക്കുമായി രേഖപ്പെടുത്തപ്പെടും.